ഈ ഒരു ചിത്രം മാത്രമല്ല, ഇതിനു മുൻപുള്ള പല സിനിമകളും തളപതിയുടെ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകൾക്കും ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അതും സിനിമയുടെ 1-2 ദിവസങ്ങൾക്കും അല്ലെങ്കിൽ മണിക്കൂറുകൾക്കും മുൻപായിട്ടും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം തളപതി വിജയ് സാറിന്റെ ഒരു ഫെയർവെൽ സിനിമയായിട്ടാണ് ഞങ്ങൾ അത് ഈ സിനിമയെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കാത്തിരുന്നത്. സത്യത്തിൽ ഇതൊരു തെലുങ്ക് സിനിമയായിട്ടുള്ള ഭഗവന്ത് കേസരിയുടെ ഒരു റീമേക്ക് കൂടിയാണ്. ഇനിവേ രാഷ്ട്രീയപരമായുള്ള നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയപരമായ പൊളിറ്റിക്കൽ വ്യൂവിനെ പല ചിത്രങ്ങളും കളയാക്കിക്കൊണ്ടും അല്ലെങ്കിൽ അതിനെ അനുകരിച്ചുകൊണ്ടും എല്ലാം ഇഷ്ടംപോലെ സീക്വൻസുകൾ പല സിനിമകളിലായിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുമുണ്ട്. അത് കോമഡിയായിട്ടും സീരിയസ് ആയിട്ടും എല്ലാം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുമുണ്ട്. ആ ഒരു ചിത്രങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു വളരെ വേറിട്ടൊരു രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ സെൻട്രൽ ബോർഡ് ഈ സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യേണ്ടടുത്ത് നിന്നും അവർ നോക്കി കാണുന്നത്. അപ്പോൾ ഒരു റീമേക്ക് ചിത്രമായിട്ട് വന്നിട്ട് പോലും അതിന്റെ ഒറിജിനൽ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിടത്താണ് തളപതിയുടെ സിനിമയിലേക്ക് ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അത് തീർത്തും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. കാരണം തളപതി ഇപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനൊരു ഭയപ്പെടുത്തുക എന്നൊരു രീതിയിലേക്ക് ഉള്ള ഒരു സമീപനവും പ്ലസ് അദ്ദേഹത്തിനൊരു ജനങ്ങളിൽ നിന്നുള്ള ഒരു സ്വീകാര്യത അത് എത്രത്തോളമാണെന്ന് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും ഈ ഒരു പ്രശ്നങ്ങൾ ഇവർ വലുതാക്കുന്നത് കൊണ്ട് തന്നെ. എനിവേ ഞങ്ങള് സാധാരണക്കാർക്ക് നീതി എപ്പോഴും നടപ്പിലാകുന്നത് ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ കോടതിയാണ്. അപ്പൊ നമ്മുടെ നീതിപീഠത്തിന്റെ തീരുമാനം എന്ത് തന്നെയായാലും ഞങ്ങൾ അത് അനുകൂലിക്കുന്നു. അവിടെ നിന്നും ന്യായപരമായ നീതിപൂർണമായ ഒരു തീരുമാനം ലഭിക്കുന്നതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അതിന് ഞങ്ങൾ തയ്യാറുമാണ്. ഇതിനി എന്നത്തേക്ക് ഇത് റിലീസിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ പൊങ്കലിനായിരുന്നു ഈ ചിത്രം റിലീസിൽ എത്തേണ്ടിയിരുന്നത്. അതും കഴിഞ്ഞതാ ഇത്രയും ദിവസമായിരിക്കുന്നു. നിർമ്മാതാക്കൾ ഇതിൻ്റെതായ വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യമൊക്കെ കോടതി അറിയിച്ചതുമാണല്ലേ? പക്ഷേ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ആദ്യമേ നമ്മുടെ അവിടെ അതോറിറ്റിയിൽ വന്നിട്ട് ഓൾറെഡി ഇവര് ഡിസംബറിൽ തന്നെ ഒരു മിഡ് വീക്കിൽ തന്നെ ഇവര് ചിത്രം സബ്മിറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ഇത്ര ഭാഗങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാമെന്ന് പറയുന്നു. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടുന്ന് പ്രൊസീഡ് ചെയ്യുന്നു. തിരിച്ച് ജനുവരി 5 നൈറ്റിൽ വന്നിട്ട് ഓവർ വന്നിട്ട് ഒരു ഡിസിഷൻ പറയുകയാണ്, അത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അവിടെ പോലും ഒരു പരാതി വന്നതായിട്ട് ഒന്നും തന്നെ അവർ പറയുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ബെഞ്ചിൽ നിന്നും ജഡ്ജ് തീരുമാനമെടുത്തത്. ഇതൊരു ഭയങ്കര അബ്നോർമാലിറ്റിയാണ്, ഭയങ്കരമായൊരു അബ്നോർമാലിറ്റി ഇവിടെ ഇൻവോൾവ്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രത്തിന് മേൽ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ചെയ്യുന്നു? അത് ഒരിക്കലും അങ്ങനെ പാടില്ല. അത് തീർത്തും ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ന്യായപരമായ നീതിപൂർണമായ ഒരു തീരുമാനമാണ് അന്ന് ഫസ്റ്റ് ബെഞ്ചിൽ നിന്ന് വന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ സെക്കൻഡ് ബെഞ്ചിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ബോർഡിന്റെ ഭാഗത്തു നിന്നും സംസാരിച്ചത് ഇവർക്കൊരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളൊരു സാവകാശം നൽകിയില്ല എന്നതാണ്. അത് തീർത്തും ന്യായപരമായ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ നിലവില് നീതിപീഠം അതിനായൊരു അവസരം നൽകണമെന്ന് പറയുന്നത്. എന്നാൽ ബോർഡിന്റെ ഭാഗത്തു നിന്നും പറയുന്നത് ഇപ്പോൾ എന്തു തന്നെ ആയാലും ഇവർക്ക് ഇനി ഒരു റിവ്യൂ കമ്മിറ്റി അറേഞ്ച് ചെയ്ത് അവരുടെ വ്യൂവിൽ നിന്ന് കൊണ്ട് ഈ ചിത്രം ഒന്നുകൂടി കണ്ട് അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 8 ആഴ്ചയെങ്കിലും വേണമെന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇനിയും ഒരു മെയ് മാസം ഏകദേശം 2-3 മാസത്തോളം നീണ്ടുപോകും. ഉറപ്പായിട്ടും ഈ ഒരു പ്രതിസന്ധികളെല്ലാം തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം അവസാനിക്കും. കാരണം ഇവരെല്ലാവരും ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചിത്രത്തെ കണക്ട് ചെയ്താണ് പോകുന്നത്. ഒരു സിനിമാ ലോകവും പൊളിറ്റിക്സും രണ്ടും തന്നെയാണ്. അത് രണ്ട് രീതിയിൽ കാണാത്തതിന്റെ ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. അത് തീർത്തും വ്യക്തമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 2 മാസങ്ങളായിട്ട് നമുക്കത് കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.